ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വാർത്താമാധ്യമങ്ങൾ തുറക്കുമ്പോൾ കേൾക്കുന്നത് യുദ്ധത്തിൻ്റെ ഭയാനകമായ വാർത്തകളാണ്. മിസൈലുകൾ, ആണവായുധങ്ങൾ, പോർവിളികൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഭയത്താൽ പിടയുന്നു. മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്ര നിസ്സഹായരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട. അദൃശ്യമായ ആയുധങ്ങളെക്കാൾ ശക്തമായ ഒരമ്മ നമുക്കുണ്ട്. യുദ്ധത്തിൻ്റെ മേഘങ്ങൾ മൂടുമ്പോൾ നമുക്ക് അഭയം നൽകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമെന്ന കോട്ടയുണ്ട്. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു: ദിവസവും ജപമാല ചൊല്ലുക. ചരിത്രത്തിൽ ജപമാലയുടെ ശക്തി തെളിയിക്കപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട്. 1571 ലെപ്നോറോ യുദ്ധം ഓർക്കുക. അന്ന് വലിയൊരു തുർക്കി സൈന്യത്തെ നേരിടുവാൻ ക്രിസ്തീയ സഖ്യത്തിന് കഴിഞ്ഞത് ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയിലൂടെയായിരുന്നു. ഭക്തനായ പാദ്രോപ്പിയോ പറഞ്ഞിട്ടുണ്ട്, ജപമാലയാണ് സാത്താനെതിരെയുള്ള ആയുധമെന്ന്. യുദ്ധങ്ങൾ വെറും മനുഷ്യർ തമ്മിലുള്ള പോരാട്ടമല്ല, അതിനു പിന്നിൽ തിന്മയുടെ വലിയ ശക്തികളുണ്ട്. ആ ശക്തികളെ തകർക്കുവാൻ ജപമാല എന്ന ഈ സ്വർഗീയ ചങ്ങലയ്ക്ക് കഴിയും. നിങ്ങൾ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ അത് ലോകത്തിൻ്റെ ഏതോ കോണിൽ നടക്കുന്ന വലിയൊരു തിന്മയെ തടയുകയാണ്. യഥാർത്ഥ കോട്ട നമ്മുടെ വീടുകളാണ്. കുടുംബമായി ജപമാല ചൊല്ലുമ്പോൾ ആ വീടിന് ചുറ്റും അമ്മയുടെ നീല മേലങ്കി ഒരു കവചമായി മാറുന്നു. യുദ്ധത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ പേടിച്ച് പകച്ചു നിൽക്കുന്നതിന് പകരം ജപമാല കരങ്ങളിലെടുക്കുക. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും അമ്മയോട് ലോകത്തിന് സമാധാനം നൽകുവാൻ യാചിക്കുക. ഓസ്ട്രിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് അത്ഭുതകരമായി മോചനം ലഭിച്ചത് ജപമാല യജ്ഞത്തിലൂടെയായിരുന്നു എന്ന് നാം ഓർക്കണം. അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് കഴിയും. നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ ലോക നേതാക്കളുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും യുദ്ധങ്ങൾ അവസാനിക്കുവാനും കാരണമാകും. പ്രിയ സഹോദരങ്ങളെ, യുദ്ധഭീഷണിക്കിടയിലും നമുക്ക് സമാധാനത്തോടെ വസിക്കാം. കാരണം ലോകത്തിൻ്റെ രാജ്ഞി നമ്മുടെ കൂടെയുണ്ട്. ഭയം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെടുക. ദിവസവും ജപമാല ചൊല്ലി നമ്മുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ സംരക്ഷണത്തിൽ നാം സുരക്ഷിതരാണ്. സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ, യുദ്ധഭീതിയിൽ കഴിയുന്ന ലോകത്തിന് അങ്ങയുടെ വിമല ഹൃദയത്തിലൂടെ സമാധാനം നൽകണമേ. ജപമാല എന്ന ആയുധം ധരിച്ച് തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. ആമേൻ.